RSSനെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഈ വിഷയത്തിൽ സംശയിക്കുന്നത്? ഒന്ന്, അതിൻ്റെ മാനേജ്മെൻറ്റ് RSS ആണ്. RSSൻ്റെ കീഴിലുള്ള പിന്നെ ആ ഒരു പേരിലുള്ള സ്കൂളാണ് വിദ്യാപീഠം, വ്യാസ വിദ്യാപീഠം. അതെ, വടക്കന്തറ വ്യാസ വിദ്യാപീഠം. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്കൂൾ മാത്രമല്ല, ആ പ്രദേശത്ത് തന്നെ അവരുടെ സ്വാധീനം വളരെയധികമാണ്. ആ ഭാഗത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കോ മറ്റൊരു പ്രസ്ഥാനത്തിനോ കടന്നു കയറാൻ പറ്റാത്ത വിധത്തിൽ വളരെ ഒരു RSS കോട്ട എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഈ മൂത്താന്തറ അല്ലെങ്കിൽ വടക്കന്തറ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ സാധാരണ നിലയിൽ കോൺഗ്രസ് ഒക്കെ പറയുന്നത് അവരുടെ ബൂത്ത് ഏജൻറ്റുമാർക്ക് പോലും അല്ലെങ്കിൽ CPMൻ്റെ ബൂത്ത് ഏജൻറ്റുമാർക്ക് പോലും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാറില്ല എന്നുള്ള അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അവിടേക്ക് ഇത്രയും ബോംബുകൾ, ഈ പൊട്ടിയ ഒന്ന് മാത്രമല്ല, പൊട്ടാത്ത 3-4 ബോംബുകളും ഒക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഏതോ തരത്തിൽ അവരുടെ ഒരു പിന്നെ സഹായമില്ലാതെ, ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു സഹായമില്ലാതെ അങ്ങനെ സാധനം നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് RSSനെ ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത്. അതിനെ നിഷേധിക്കാൻ കഴിയുന്ന ഒന്നും അവിടെ നിന്ന് അവർക്ക് പറയാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഗുരുതരമായ ഈ ഒരു കാര്യം, അത് വിദ്യാഭ്യാസ വകുപ്പ് ഒരുപക്ഷെ കാര്യമായി എടുത്ത് ആ സ്കൂളിൻ്റെ അംഗീകാരം റദ്ദാക്കി, അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ RSS തന്നെയാണ്, ഒരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കെ പോലീസിന് പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ കഴിയുന്നില്ല. പോലീസ് ആ വഴിക്ക് അന്വേഷിച്ചിടത്തോളം കാര്യങ്ങളിൽ പോലീസിന് ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുകയാണ്. ഇതാര് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു എന്ന കാര്യത്തിൽ ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുകയാണ്. അത് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആരാണത് കണ്ടുപിടിക്കുക? നമ്മൾ ആലോചിക്കണം, ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ആ പ്രദേശത്തുണ്ടായിട്ടും അതിൽ ഉത്തരവാദപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പോലീസാണിത്? ഒന്നാമത് പോലീസിൻ്റെ എഫിഷ്യൻസി സംബന്ധിച്ച ചോദ്യം തന്നെ ഉയർത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് തുടക്കത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത് ഉണ്ടാകുന്നത്. രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉയർന്നു വരുന്ന ഒരു സമയത്ത് തന്നെയാണ്. അവിടുത്തെ MLAയും കൂടിയാണല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഇത് രണ്ടും കൂടി ക്ലാഷ് ആവുന്നു, ഈ രണ്ട് വാർത്തയും കൂടി ക്ലാഷ് ആവുന്നു. യഥാർത്ഥത്തിൽ പിന്നെ ഈ ബോംബ് പൊട്ടിയതിന് ലഭിക്കേണ്ട വാർത്താ പ്രാധാന്യം പോലും ലഭിക്കാതെ പോകുന്നു. അതുകൂടാതെ BJP അന്നേരം തന്നെ പിന്നെ രാഹുലിൻ്റെ വിഷയത്തിൽ മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നു. അവർ ഇമ്മീഡിയറ്റ്ലി, അതാണ് ഇന്ന് CPMൻ്റെ നേതാവ് പറഞ്ഞ, ഇമ്മീഡിയറ്റ്ലി അതിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം അവർ നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെ ഓരോ തവണയും ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പിന്നെ പ്രൊട്ടസ്റ്റ് വരും എന്ന് കാണുന്ന സമയത്ത് മുഴുവൻ അവർ മറ്റൊരു വിധത്തിൽ പിന്നെ വാർത്ത തിരിച്ചുവിടാനുള്ള രീതിയിലേക്ക് പുതിയ ഏതാണ്ടൊക്കെ തരത്തിലുള്ള കോഴിയെ കൊണ്ട് പിന്നെ സമരം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ബോധപൂർവമായി അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്നൊരു സംഗതിയിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇതിനൊപ്പം നിൽക്കുകയാണോ പിന്നെ CPM ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോലീസ് ചെയ്യേണ്ടത്? പോലീസ് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ വിടാതെ പിടിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ടല്ലോ, അത് പോലീസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് നമുക്ക് ഇനിയും സംശയാസ്പദമായി നിൽക്കുന്ന ഒരു കാര്യം. ആഭ്യന്തര വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ തലപ്പത്ത് നിന്ന് എന്തുകൊണ്ട് ഇത് ശക്തമായി അന്വേഷിക്കണമെന്ന ഒരു നിർബന്ധം വരുന്നില്ല. ശക്തമായി അന്വേഷിക്കുകയും ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു കുട്ടിക്കാണ്, 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് പരിക്കേറ്റിരിക്കുകയാണ്, അതിൻ്റെ ആ കുട്ടിയുടെ അമ്മയ്ക്കും പരിക്കേറ്റിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടും ഇതിൻ്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇറ്റ്സ് എ ഫെയിലിയർ എന്ന് വെച്ചാൽ ടോട്ടൽ ഫെയിലിയറാണ് ആ കാര്യത്തിൽ. ഒരു സംശയം, ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ വന്നാലും തരക്കേടില്ല, എന്നാലും ഇവരോടൊന്ന് ഇവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ വലിയ പ്രശ്നമാക്കി മാറ്റേണ്ട എന്നൊരു തോന്നൽ ഭരണ സംവിധാനത്തിനകത്തുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഒരു സംശയമില്ല. ഇനി കോൺഗ്രസിന് ഇതിന് ഫലപ്രദമായി നേരിടാൻ കഴിയുന്നുണ്ടോ? അതും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? MLA തന്നെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യധാരാ ചാനലുകളിൽ തന്നെ ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസം ഏറ്റവും ചർച്ചയ്ക്കെടുത്തത് മീഡിയ വൺ മാത്രമാണ്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ചർച്ച ചെയ്ത് മീഡിയ വണ്ണാണ്. സമാനമായി മറ്റൊരു ചാനലുകൾക്കും അത് ചർച്ച ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇതിനെ പിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ആർക്കാണ് അത് ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ള അറിയില്ല. ഈ നിലയിൽ അത് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വിചാരിക്കുന്നത് മീഡിയ വണ്ണെങ്കിലും അത് തീർത്തും അത് കംപ്ലീറ്റ്ലി അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരു സ്കൂളിനകത്ത് അതായത് അൺഎയ്ഡഡ് സ്കൂളാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നടത്തപ്പെടുന്ന സ്കൂളാവട്ടെ, കുട്ടികളുടെ സുരക്ഷ, അതിലുപരി ആ നാടിൻ്റെ തന്നെ സുരക്ഷ ഒക്കെ തന്നെ കണക്കിലെടുത്ത് വളരെ കർശനമായി നീങ്ങിയേ മതിയാവൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.